ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പാലക്കാടൻ സ്റ്റൈലിൽ തേങ്ങ അരച്ച മത്തിക്കറി ഇങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി നല്ലപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കറി ചെറിയ ഉള്ളിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ചുവന്നുള്ളി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇതാ ഒരു 10-15 ചെറിയുള്ളി ഇതുപോലെ അങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 തക്കാളിയാണ്. അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തക്കാളി സോഫ്റ്റ് ആക്കി എടുക്കാം. അതിനായി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ തക്കാളി നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലപോലെ തന്നെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ പുളിക്ക് ആവശ്യമായ പുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിള വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി ഈ മീൻ നല്ലപോലെ ഒന്ന് അതിൽ കടന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. അതുകൊണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ മത്തി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ. വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മത്തിക്കറി ഒഴിച്ച് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ബൈ ബൈ.